Hi students, welcome back. Today we are going to discuss series LCR circuit. Very important topic ആണ്. എല്ലാവരും correct ആയിട്ട് പഠിച്ചോണം. Okay, series LCR circuit. Suppose a resistance R, an inductance L and a capacitance C are connected in series to a source of alternating EMF E is given by E is equal to E0 sin omega t. Okay, അപ്പോൾ നമ്മുടെ സർക്യൂട്ടിനകത്ത് റെസിസ്റ്റൻസ് ആർ, ഇൻഡക്ടർ എൽ, കപ്പാസിറ്റൻസ് സി ഉണ്ട്. എല്ലാം സീരീസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ഇയുമുണ്ട്. ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. അപ്പോൾ നമ്മുടെ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. I be the current in the series circuit at any instant t, then voltage across the resistor R will be in phase with the current I. നമ്മൾ പഠിച്ച കാര്യമില്ലേ, അതങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ V is equal to I0 into R ആണ്. പിന്നെ അടുത്തതിനകത്ത് നമ്മുടെ ഇൻഡക്ടർ എന്ന് പറയുമ്പം ഇൻഡക്ടറിൽ വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ L is ahead of the current in phase by pi by 2. ഓർമ്മയുണ്ടല്ലോ, അതങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ V is equal to I0 ഇൻറ്റു XL ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യം തന്നെ കപ്പാസിറ്ററിൻ്റെ പറഞ്ഞാൽ മതി. X ഇൻറ്റു I ആണ്. അവിടെ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റൻസ് സി ലാഗ്സ് ബിഹൈൻഡ് ദ കറൻറ്റ് I ഇൻ ഫേസ് ബൈ പൈ ബൈ 2 റേഡിയൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് കപ്പാസിറ്റൻസ് V0 ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു X. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആ ഭാഗത്തേക്ക് പറഞ്ഞു കൊടുത്തേക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫേസർ ഡയഗ്രാം നോക്കുക. സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാമാണ്. അതിനകത്ത് വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആണ് കൊടുത്തിരിക്കുന്നത്. വി എൽ ഗ്രേറ്റർ, ഇപ്പോൾ വി എൽ മൈനസ് വി സി എന്ന് പറയുന്ന പോർഷൻ ഇതായിരിക്കും. ഇതാണ് വി ആർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കറണ്ട് ഐ ആണിത്. ഓക്കെ, അവർ തമ്മിലുള്ള ഡിഫറൻസ് ഒമേഗ ടി ആണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി വി എൽ ആൻഡ് വി സി ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. വി എൽ ആൻഡ് വി സി ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ദ റിസൾട്ടൻ്റ് ഈസ് വി എൽ മൈനസ് വി സി. അപ്പം വി എല്ലും വി സിയും ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അവരുടെ റിസൾട്ടൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വി എൽ മൈനസ് വി സി എന്ന് പറയുന്നത്. വി എല്ലും വി സിയും ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ദ റിസൾട്ടൻ്റ് മീൻസ് ദാറ്റ് ഈസ് വി എൽ മൈനസ് വി സി. ഓക്കെ, ദെൻ the resultant of VR and VL minus VC must be equal to the applied EMF E given by the diagonal of the parallelogram. അതുപോലെ നമുക്കറിയാം നമ്മുടെ VRും VL മൈനസ് വി സിയും VRൻ്റെയും VL മൈനസ് വി സിയുടെയും VL മൈനസ് വി സിയുടെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് E ആണ്. കണ്ടോ, കാരണം ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും. ഏതിൻ്റെയൊക്കെ വി ആറിൻ്റെയും വി എൽ മൈനസ് വി സിയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഡയഗണലായിരിക്കും, അത് ഇ ആയിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബൈ അപ്ലൈയിങ് ദി പൈതഗോറസ് തിയറം E0 സ്ക്വയർ ഈസ് ഈക്വൽ ടു അറിയാലോ V0 R സ്ക്വയർ പ്ലസ് V0 L മൈനസ് V0 Z ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു V0 R നമുക്ക് I0 ഇൻറ്റു R പ്ലസ് V0 L നമുക്കറിയാം I0 ഇൻറ്റു XL മൈനസ് V0 ഇൻറ്റു സി മീൻസ് I0 ഇൻറ്റു എക്സ് ദ ഹോൾ സ്ക്വയർ. നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് ദെൻ I0 സ്ക്വയർ എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തു. ദാറ്റ് ഈസ് I0 സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ പ്ലസ് പിന്നെ ഇവിടെ XL മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദെൻ I0 ഈസ് ഈക്വൽ ടു E0 രണ്ടിൻ്റെ അടി സൈഡിന് സ്ക്വയർ റൂട്ട് എടുക്കുക. I0 ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ കണ്ട I0 സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് I0 ആയി. ദെൻ E0 സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ E0 ആയി. ദെൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സീരീസ് LCR സർക്യൂട്ട് വിച്ച് ഒപ്പോസസ് ഓർ ഇംപെഡസ് ദ ഫ്ലോ ഓഫ് കറൻറ്റ് ത്രൂ ഇറ്റ് ആൻഡ് ഈസ് കോൾഡ് ഇറ്റ്സ് ഇംപെഡൻസ്. ഇപ്പോൾ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സീരീസ് LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. വിച്ച് ഒപ്പോസസ് ഓർ ഇംപെഡസ് ദി ഫ്ലോ ഓഫ് കറൻറ്റ് ത്രൂ ഇറ്റ് ആൻഡ് ഈസ് കോൾഡ് ഇറ്റ്സ് ഇംപെഡൻസ്. അതിനെയാണ് നമ്മൾ ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Z ആൻഡ് ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് ഓം. സോ Z ഈസ് ഈക്വൽ ടു ഇംപെഡൻസ് ആണ് Z ഈസ് റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒമേഗ L മൈനസ് XC എന്ന് പറഞ്ഞാൽ 1 ബൈ ഒമേഗ C ദ ഹോൾ സ്ക്വയർ.
The relationship between the resistance R, the inductance XL, capacitive capacitance XC and impedance Z is shown in the figure 7.29. The right angle triangle OAP is called impedance triangle. കുറച്ച് മുമ്പ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടല്ലോ. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇമ്പഡൻസ് ട്രയാങ്കിൾ എന്ന്. ഇമ്പഡൻസ് ട്രയാങ്കിൾ ഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇമ്പഡൻസ് ട്രയാങ്കിൾ ഡ്രോ ചെയ്യണം. ഇതാണ് നമ്മുടെ ഇമ്പഡൻസ് ട്രയാങ്കിൾ. XL മൈനസ് XC ഇവിടെ, R ഇവിടെ, Z ഇവിടെ. ഓക്കെ, പൈതഗോറസ് തിയറം അനുസരിച്ച് Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മളവിടെ പഠിച്ച കാര്യങ്ങളും അത് തന്നെയായിരുന്നു. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുത്തിട്ട് നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഇമ്പഡൻസ് ട്രയാങ്കിൾ എന്താണെന്നും. ഓക്കെ, ദെൻ വെൻ XL ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ, XL ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ VL ഗ്രേറ്റർ ദാൻ VC ആയിരിക്കും. എന്ന് പറഞ്ഞാൽ VL അവിടെ ഇൻഡക്ടറിനായിരിക്കും വോൾട്ടേജ് കൂടുതൽ. എന്നാൽ EMF ഈസ് എഹെഡ് ഓഫ് ദി കറൻറ്റ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് ഫൈ. LCRനകത്ത് ഫൈ ആണ് പറയുന്നത്, π/2 വെച്ചിട്ടല്ല, ഫൈ വെച്ചിട്ടായിരിക്കും ഫേസ് ആംഗിൾ ഫൈ. ദെൻ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു, ആ ഡയഗ്രാമിൽ നിന്ന് ടാൻ ഫൈ, നമ്മുടെ ഇമ്പഡൻസ് ട്രയാങ്കിളില്ലേ, ആ ഇമ്പഡൻസ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കണ്ടോ, ഇതാണ് നമ്മുടെ ഇമ്പഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. XL മൈനസ് XC കണ്ടോ, ഇമ്പഡൻസ് ട്രയാങ്കിളാണിത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടാൻ ഫൈ കണ്ടുപിടിക്കാനാണ്. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു, ടാൻ ഫൈ എന്താണെന്ന് നമുക്കറിയാം. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് XL മൈനസ് XC ഡിവൈഡഡ് ബൈ R. അതാണ് നമ്മുടെ ടാൻ ഫൈ എന്ന് പറയുന്നത്. XL മൈനസ് XC ഡിവൈഡഡ് ബൈ R. ഓക്കെ, അത് ടാൻ ഫൈ. ദെൻ കോസ് ഫൈ ഈസ് ഈക്വൽ ടു, കോസ് ഫൈ എന്ന് പറയുന്നത്, കോസ് ഫൈ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, ദാറ്റ് ഈസ് R ബൈ Z. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് XL ഗ്രേറ്റർ ദാൻ XC, ദെൻ VL ഗ്രേറ്റർ ദാൻ VC എന്ന് പറയുമ്പോൾ EMF ഈസ് എഹെഡ് ഓഫ് ദി കറൻറ്റ് ബൈ എ ഫേസ് ഫൈ ആയിരിക്കും. അപ്പോൾ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു XL മൈനസ് XC ഡിവൈഡഡ് ബൈ R, ദെൻ കോസ് ഫൈ ഈസ് R ബൈ Z. ഇത് ഇൻസ്റ്റൻറ്റേനിയസ് കറൻറ്റ് ഇൻ ദ സർക്യൂട്ട് വിൽ ബി I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് ഫൈ. കാരണം ഇവിടെ ഇൻഡക്റ്റീവാണ് നമ്മുടെ സർക്യൂട്ട്, ഇൻഡക്റ്റീവ് ആയതുകൊണ്ട്, കാരണം XL ഗ്രേറ്റർ ദാൻ XC ആണ്. അപ്പോൾ ഇൻഡക്ടറിനായിരിക്കും അവിടെ പ്രിഫറൻസ് കൂടുതൽ. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇൻഡക്റ്റീവായിട്ട് മാറും. അപ്പോൾ ഇൻഡക്റ്റീവായിട്ട് മാറുന്നതിനുള്ള LCR സർക്യൂട്ട് ഇൻഡക്റ്റീവായിട്ട് മാറുന്നതിനുള്ള കണ്ടീഷൻസാണ് ഈ കൊടുത്തിരിക്കുന്ന. കണ്ടീഷൻസ് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇനി അടുത്തത് XL ലെസ് ദാൻ XC ആണെങ്കിൽ, XL ലെസ് ദാൻ XC ആണെങ്കിൽ VL ലെസ് ദാൻ VC ആയിരിക്കും. ദി കറൻറ്റ് ഈസ് എഹെഡ് ഓഫ് EMF ബൈ എ ഫേസ് ആംഗിൾ ഓഫ് ഫൈ വിച്ച് ഈസ് ഗിവൺ ബൈ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു XC മൈനസ് XL ഡിവൈഡഡ് ബൈ R ആയിരിക്കും. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു, അവിടെ ആർക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ? സിക്കായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് XC മൈനസ് XL ഡിവൈഡഡ് ബൈ R. ദെൻ കോസ് ഫൈ ഈസ് ഈക്വൽ ടു Z ബൈ R, നേരെ തിരിഞ്ഞു വരും, Z ബൈ R. ദി ഇൻസ്റ്റൻറ്റേനിയസ് കറൻറ്റ് ഇൻ എ സർക്യൂട്ട് വിൽ ബി I0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അവിടെ π/2 വരുന്ന സ്ഥലത്ത് ഫൈ എന്നിട്ട് കൊടുത്താൽ മതി. ദ സീരീസ് LCR സർക്യൂട്ട് ഈസ് സെറ്റ് ടു ബി കപ്പാസിറ്റീവ്. ഓക്കെ, കപ്പാസിറ്റീവ് നേച്ചർ ആയിരിക്കും. ഓക്കെ, ഇനി XL ഈസ് ഈക്വൽ ടു XC ആണെങ്കിൽ VL ഈസ് ഈക്വൽ ടു VC ആണ്, ഫൈ 0 ആണ്. DMF ആൻഡ് കറൻറ്റ് വിൽ ബി ഇൻ ദ സെയിം ഫേസ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ LCR സർക്യൂട്ട് ഈസ് സെറ്റ് ടു ബി പ്യുവർലി റെസിസ്റ്റീവ് എന്ന് പറഞ്ഞാൽ I0 ഈസ് ഈക്വൽ ടു E0 ബൈ Z ഓർ I0 ബൈ √2 ഈസ് ഈക്വൽ ടു E0 ബൈ I0 എന്ന് പറഞ്ഞാൽ E0 ബൈ Z അല്ലേ. അപ്പോൾ I0 ബൈ √2 മീൻസ് E0 ബൈ √2 ഇൻറ്റു Z. E0 by √2 that is ERMS. So IRMS is equal to ERMS divided by Z. കറക്റ്റായിട്ട് ഓരോന്നും മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, LCR സർക്യൂട്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫേസർ ഡയഗ്രാം ഫോർ എ സീരീസ് LCR സർക്യൂട്ട് ദർ VC ഗ്രേറ്റർ ദാൻ VL കണ്ടോ. അപ്പോൾ XC മൈനസ് XL ആണ് വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് XC മൈനസ് XL വന്നു. XC മൈനസ് XL വന്നാൽ ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ XC മൈനസ് XL ഡിവൈഡഡ് ബൈ R വന്നു. അല്ല, കോസ് ഫൈ എന്ന് പറയുന്നത് R ബൈ Z വന്നു. ഇതാണ് ആ ഡയഗ്രാം, ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പഡൻസ് ട്രയാങ്കിളും കേട്ടോ. ഇനി ഡിഫൈൻ ദ ടേംസ് സസെപ്റ്റൻസ് ആൻഡ് അഡ്മിറ്റൻസ്. സസെപ്റ്റൻസ്, ദി റെസിപ്രോക്കൽ ഓഫ് ദി റിയാക്റ്റൻസ് ഓഫ് ആൻ AC സർക്യൂട്ട് ഈസ് കോൾഡ് സസെപ്റ്റൻസ്. റെസിപ്രോക്കൽ ഓഫ് ദി റിയാക്റ്റൻസ്, റിയാക്റ്റൻസിൻ്റെ റെസിപ്രോക്കലിനാണ് സസെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എസ് യൂണിറ്റ് ഓം ഇൻവേഴ്സ് ഓർ മോ.
Admittance means the reciprocal of the impedance of an AC circuit is called its admittance. Its SI unit is ohm inverse or mho. Okay, ohm inverse or mho. നന്നായിട്ട് പഠിക്കുക കേട്ടോ. In resonance condition of a series LCR circuit. Resonance condition of a series LCR circuit. A series LCR circuit is said to be in resonance condition when the current through it has its maximum value. കറൻറ്റ് മാക്സിമം വാല്യൂ ആകുമ്പോഴാണ് നമ്മുടെ LCR സർക്യൂട്ട് എ സീരീസ് LCR സർക്യൂട്ട് ഈ സെറ്റ് ബിൻ റെസണൻസ് കണ്ടീഷനിലാകുന്നത് കറൻറ്റ് ത്രൂ ഇറ്റ് ഹാസ് മാക്സിമം വാല്യൂ ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് I0 ഈസ് ഈക്വൽ E0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R² പ്ലസ് ωL മൈനസ് 1/ωc ദ ഹോൾ സ്ക്വയർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. I0 becomes 0 both omega tends to 0 and omega tends to infinity. The value of I0 is maximum when, okay, നമ്മുടെ ഈ I0യുടെ വാല്യൂ മാക്സിമം ആകുന്നത് ഡിനോമിനേറ്റർ ഏറ്റവും കുറയണം. ഡിനോമിനേറ്റർ ഏറ്റവും സ്മോൾ വാല്യൂ ആകുമ്പോഴാണ് I0 മാക്സിമം വാല്യൂ ആകുന്നത് എന്ന് പറഞ്ഞാൽ ωL മൈനസ് 1/ωc ദാറ്റ് ഈസ് 0 ആകണം. ഓക്കെ, ωL മൈനസ് 1/ωc ഈസ് ഈക്വൽ ടു 0. ωL മൈനസ് 1/ωc ഈസ് ഈക്വൽ ടു 0 ആകണം എന്ന് പറഞ്ഞാൽ ωL ഈസ് ഈക്വൽ ടു 1/ωc ആകണം. ωL ഈസ് ഈക്വൽ ടു 1/ωc ആകണം. കണ്ടോ, ωL മൈനസ് 1/ωc ഈസ് ഈക്വൽ ടു 0. ωL ഈസ് ഈക്വൽ ടു ωc, then cross multiply, then ωL into ωc is equal to 1, then omega square LC is equal to 1, then next omega is equal to omega square is equal to 1/LC, then omega is equal to 1/root of LC. കിട്ടിയില്ലേ? ωL minus 1/ωc is equal to 0. ωL is equal to 1/ωc. ωL into ωc is equal to 1. Then omega square into LC is equal to 1. Then omega square is equal to 1/LC. Omega is equal to 1/root of LC. കറക്റ്റ് ആയിട്ട് ഇത് പഠിച്ചിരിക്കണം കേട്ടോ. omega is equal to 1/root of LC. Okay. Then next omega is equal to 1/root of LC. The impedance Z is equal to root of R² plus ωL മൈനസ് 1/ωc ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു R വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ ഇത് 0 ആയി പോകുമ്പോൾ I0 ഈസ് ഈക്വൽ E0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R² എന്ന് വരും. എന്ന് പറഞ്ഞാൽ E0/R വരും. Z ഈസ് ഈക്വൽ ടു R അല്ലേ? അപ്പോൾ നമുക്ക് വരുന്നത് നോക്കിക്കേ, I0 എന്ന് പറഞ്ഞാൽ E0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R² പ്ലസ് ωL ഡിവൈഡ് ബൈ 1/ωc ദ ഹോൾ സ്ക്വയർ. ωL മൈനസ് 1/ωc 0 ആകുമ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 1/root LC കിട്ടി. അപ്പോൾ ഇസഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് R² പ്ലസ് ωL മൈനസ് 1/ωc ഇവിടെ 0 വരുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് R² ദെൻ ഇസഡ് ഈസ് ഈക്വൽ ടു R എന്ന് വരും. സോ I0 ഈസ് ഈക്വൽ ടു E0/R എന്ന് വരും. ഓക്കെ, ദി ഇംപെഡൻസ് ഈസ് മിനിമം, ദ സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റീവ്. ഓക്കെ, ഇംപെഡൻസ് മിനിമം ആകുമ്പോൾ ഇവിടെ ഇംപെഡൻസ് മിനിമം ആണ്. ഇംപെഡൻസ് മിനിമം മീൻസ് ഡിനോമിനേറ്റർ മിനിമം ആണ്. ഡിനോമിനേറ്റർ മിനിമം ആകുമ്പോൾ സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ട് മാറും. ദി കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. റെസിസ്റ്റീവ് മീൻസ് കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ദ സെയിം ഫേസ് ആൻഡ് കറൻറ്റ് ഇൻ ദ സർക്യൂട്ട് ഈസ് മാക്സിമം. ദ മാക്സിമം കറൻറ്റ് I0 ഈസ് ഈക്വൽ E0/R. ദിസ് കണ്ടീഷൻ ഓഫ് ദി LCR സർക്യൂട്ട് ഈസ് കോൾഡ് റെസണൻസ് കണ്ടീഷൻ. The frequency at which the current amplitude I0 attains a peak value is called neutral or resonant frequency. അപ്പം ഏത് ഫ്രീക്വൻസിയിലാണോ കറൻറ്റ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആകുന്നത്, പീക്ക് വാല്യൂലാകുന്നത്, ദാറ്റ് റെസണൻസ് ഈസ് നോൺ ആസ്, ദാറ്റ് ഫ്രീക്വൻസി കണ്ടീഷൻ ഈസ് നോൺ ആസ്. ഏത് ഫ്രീക്വൻസിയിലാണോ നമ്മുടെ I0 പീക്ക് വാല്യൂ എത്തുന്നത് ആ ഫ്രീക്വൻസിക്കാണ് നമ്മുടെ നാച്ചുറൽ ഓർ റെസണൻറ്റ് ഫ്രീക്വൻസി ഓഫ് ദി LCR സർക്യൂട്ട്. It is denoted by F. Okay, then resonance frequency omega R is equal to 2πfR. That is equal to 1/root LC അല്ലേ? 1/root LC ആണ്. ഒമേഗ R എന്ന് പറയുന്ന റെസണൻസ് ഫ്രീക്വൻസിയിലുള്ള ഒമേഗ വാല്യൂ ആണ് ഒമേഗ R എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πfR. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/root of LC or FR ഈസ് ഈക്വൽ ടു 1/2π root of LC. അപ്പോൾ കറൻറ്റ് ആംപ്ലിറ്റ്യൂഡ്
at resonance frequency will be I0 is equal to E0 by R ആയിരിക്കും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ റെസണൻസ് കണ്ടീഷൻ ഓഫ് LCR സർക്യൂട്ടാണ് പറഞ്ഞത്. ഒരു LCR സർക്യൂട്ട് ഈസ് സെറ്റ് ടു ബി ഇൻ ദ റെസണൻസ് കണ്ടീഷൻ വെൻ ദി കറൻറ്റ് ത്രൂ ഇറ്റ് ഹാസ് ദി മാക്സിമം വാല്യൂ. കറൻറ്റ് മാക്സിമം ആണ്. കറൻറ്റ് മാക്സിമം ആകുക എന്ന് പറഞ്ഞാൽ I0 ഈസ് ഈക്വൽ E0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് ഒമേഗ L മൈനസ് 1 ബൈ ഒമേഗ C ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഒമേഗ L മൈനസ് 1 ബൈ ഒമേഗ C 0 ആകുക. ഒമേഗ L മൈനസ് 1 ബൈ ഒമേഗ C 0 മീൻസ് ഒമേഗ L ഈസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ C. Omega L is equal to 1 by omega C means omega L into omega C is equal to 1. Then omega square LC is equal to 1. Then omega square is equal to 1 by LC. Omega is equal to 1 by root of LC. അപ്പോൾ omega 1 by root of LC ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിനോമിനേറ്ററാണ് നമ്മൾ Z എന്ന് പറയുന്നത്. Z E0 by R. ആറിൻ്റെ കേസിൽ ഇവിടെ Z ആയിരിക്കും റെസിസ്റ്റൻസിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന. Z ആണ്, Z ഇമ്പഡൻസ്, ദറ്റ് ഈസ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ പ്ലേസിൽ Z വരും. Z ഈസ് റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ്, കണ്ടോ, അപ്പോൾ ഇത് 0 ആകുമ്പം അത് R വരും. മനസ്സിലായോ? അപ്പോൾ ഇമ്പഡൻസ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ എപ്പോൾ മിനിമം വാല്യൂ ആകുന്നോ അപ്പോഴായിരിക്കും നമ്മുടെ കറണ്ട് മാക്സിമം ആകുന്നത്. അങ്ങനെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ട് കംപ്ലീറ്റ്ലി റെസിസ്റ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ കറൻറ്റും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. ഓക്കെ, കറൻറ്റ് ഇൻ ദ സർക്യൂട്ട് മാക്സിമം ആയിരിക്കും. I0 ഈസ് ഈക്വൽ E0 by R ആയിരിക്കും. This condition of the LCR circuit is called a resonance condition. ആ റെസണൻസ് കണ്ടീഷനിലെ ഫ്രീക്വൻസി എന്താണോ, ആ പീക്ക് വാല്യൂവിലെ ഫ്രീക്വൻസി എന്താണോ, ആ ഫ്രീക്വൻസിക്കാണ് നാച്ചുറൽ റെസണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ R ഈസ് ഈക്വൽ ടു 2 പൈ FR, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് LC. FR ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ റൂട്ട് ഓഫ് LC. ഓക്കെ, ദി കറൻറ്റ് ആംപ്ലിറ്റ്യൂഡ് റെസണൻറ്റ് ഫ്രീക്വൻസി വിൽ ബി I0 ഈസ് ഈക്വൽ ടു E0 ബൈ R. ഓക്കെ, then next characteristics of series resonance circuit ആണ്. What are the characteristics of the series resonance circuit? Resonance occurs in a series LCR circuit when XL is equal to XC. പറഞ്ഞല്ലോ നമ്മൾ റെസണൻസ് ഫ്രീക്വൻസി FR ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ റൂട്ട് ഓഫ് LC പറഞ്ഞല്ലോ. ദി ഇംപഡൻസ് ഈസ് മിനിമം, അപ്പോൾ അത് പ്യുവർലി റെസിസ്റ്റീവായിട്ട് മാറും. ദി കറൻറ്റ് ഹാസ് മാക്സിമം വാല്യൂ E0 ബൈ R, അത് നമ്മൾ പറഞ്ഞു. ദി പവർ ഡിസിപ്പേറ്റ് ഇൻ ദി സർക്യൂട്ട് ഈസ് മാക്സിമം ആൻഡ് ഈസ് ഈക്വൽ ടു പവർ എന്ന് പറഞ്ഞാൽ E സ്ക്വയർ ബൈ RMS സ്ക്വയർ ബൈ R. പവർ ഡിസിപ്പേറ്റ് ഇൻ ദി സർക്യൂട്ട് ഈസ് മാക്സിമം ആയിരിക്കും എന്ന് പറഞ്ഞാൽ RMS സ്ക്വയർ ബൈ R ആയിരിക്കും. ദി കറൻറ്റ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് ഓർ ദി പവർ ഫാക്ടർ ഈസ് യൂണിറ്റി. കറൻറ്റ് ഇൻ ഫേസ്, കറൻറ്റും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ എന്ന് പറയുന്നത് 1 ആണ്. കോസ് ഫൈക്കാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്, അത് 1 ആയിരിക്കും. കാരണം ഫൈ 0 ആയിരിക്കും, ഇൻ ഫേസ് ആണ്, അപ്പം പവർ ഫാക്ടർ 1 ആയിരിക്കും. സീരീസ് റെസണൻസ് ക്യാൻ ഒക്കർ ഓൾ ദ വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ് R. ദി വോൾട്ടേജ് അക്രോസ് R ഈസ് ഈക്വൽ ടു ദി അപ്ലൈഡ് EMF. വോൾട്ടേജും അപ്ലൈഡ് EMFും ഈക്വൽ ആയിരിക്കും. ദി വോൾട്ടേജ് അക്രോസ് L ആൻഡ് C ആർ ഈക്വൽ ആൻഡ് ഹാവ് എ ഫേസ് ഡിഫറൻസ് ഓഫ് 180 ഡിഗ്രി. സോ ദ റിസൾട്ടൻ്റ് ഈസ് 0. കണ്ടോ, വോൾട്ടേജ് അക്രോസ് L ആൻഡ് R ഈക്വൽ ആയിട്ട് മാറും. കാരണം നമ്മുടെ LCR സർക്യൂട്ട്, LCRൽ ഇപ്പോൾ R മാത്രമേ ആക്റ്റീവായിട്ട് വരുന്നുള്ളൂ, L മാറും. അവിടെ വോൾട്ടേജ് അക്രോസ് ദി L ആൻഡ് R ഈക്വൽ ആയതുകൊണ്ട് ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രിയാണ്. സോ ദ റിസൾട്ടൻ്റ് 0 ആയിരിക്കും. ദി വോൾട്ടേജ് അക്രോസ് L ആൻഡ് R ആർ വെരി ഹൈ ആസ് കമ്പയർഡ് ടു ദി അപ്ലൈഡ് വോൾട്ടേജ്. അതുപോലെ അപ്ലൈഡ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലും Cയിലും വോൾട്ടേജ് ഭയങ്കര കൂടുതലായിരിക്കും. ഹെൻസ് സീരീസ് LCR സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ലാർജ് മാഗ്നിഫിക്കേഷൻ ഓഫ് AC വോൾട്ടേജ്. ലാർജ് മാഗ്നിഫിക്കേഷൻ ഓഫ് AC വോൾട്ടേജിന് വേണ്ടിയിട്ടാണ് LCR സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. കാരണം വോൾട്ടേജ് അക്രോസ് L ആൻഡ് C ആർ വെരി ഹൈ ആസ് കമ്പയർഡ് ടു ദ അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും. ഹെൻസ് എ സീരീസ് LCR സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എ ലാർജ് മാഗ്നിഫിക്കേഷൻ ഓഫ് AC വോൾട്ടേജ്. ഇനി ദ സീരീസ് റെസണൻസ് സർക്യൂട്ട് ഈസ് ഓൾസോ കോൾഡ് അക്സെപ്റ്റർ സർക്യൂട്ട്. പിന്നെ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ആർ ഫെഡ് ടു ഇറ്റ്. It accepts only one frequency F and reject the other frequencies. ദി കറൻറ്റ് ഈസ് മാക്സിമം ഫോർ ദിസ് ഫ്രീക്വൻസി. കണ്ടോ, സീരീസ് LCR സർക്യൂട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനാണ് അക്സെപ്റ്റർ സർക്യൂട്ട്. നമ്മൾ നമ്പർ ഓഫ് ഫ്രീക്വൻസീസാണ് അതിനകത്തേക്ക് ഫെഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഓൺലി 1 ഫ്രീക്വൻസി Fനെ മാത്രമേ ഇത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ, ബാക്കിയുള്ള ഫ്രീക്വൻസിനെ അതായത് റിജക്റ്റ് ചെയ്യും. മനസ്സിലായി? ദി കറൻറ്റ് ഈസ് മാക്സിമം ഫോർ ദിസ് ഫ്രീക്വൻസി. കറൻറ്റ് ആ ഫ്രീക്വൻസിയിൽ മാക്സിമം ആയിരിക്കും. ആ ഫ്രീക്വൻസിക്കാണ് നമ്മൾ റെസണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീരീസ് LCR സർക്യൂട്ട് നമ്മൾ ഇവിടെ പഠിച്ച പോയിന്റുകൾ തന്നെ പറയുക. XL ഈസ് ഈക്വൽ XC, അതുപോലെ FC എന്ന് 1 ബൈ 2 പൈ റൂട്ട് ഓഫ് LC. ഇംപഡൻസ് മിനിമം ആയിരിക്കും, അതുകൊണ്ട് പ്യുവർലി റെസിസ്റ്റീവ് ആയിരിക്കും. കറൻറ്റ് മാക്സിമം ആയിരിക്കും, E0 ബൈ R ആയിരിക്കും. പിന്നെ പവർ ഡിസിപ്പേഷൻ മാക്സിമം ആയിരിക്കും, RMS സ്ക്വയർ ഡിവൈഡ് ബൈ R ആയിരിക്കും. പിന്നെ നമ്മുടെ റെസിസ്റ്റീവ് ആയതുകൊണ്ട് നമ്മുടെ വോൾട്ടേജും അതുപോലെ തന്നെ കറൻറ്റും ഇൻ ഫേസിലായിരിക്കും. അപ്പോൾ പവർ ഫാക്ടർ 0 ആയിരിക്കും.
പിന്നെ അത് സീരീസ് റെസണൻസ് ക്യാൻ ഒക്കർ ഓൾ ദി വാല്യൂസ് ഓഫ് ആർ. പിന്നെ വോൾട്ടേജ് അക്രോസ് ആർ ഈസ് ഈക്വൽ ദി അപ്ലൈഡ് EMF ആയിരിക്കും. എല്ലിൻ്റെ സിയുടെ ഇടയ്ക്കുള്ള വോൾട്ടേജ് ഈക്വൽ ആയതുകൊണ്ട് ഫേസ് ഡിഫറൻസ് 180 വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് റിസൾട്ടൻറ്റ് 0 ആയിരിക്കും. പിന്നെ വോൾട്ടേജ് അക്രോസ് എൽ ആൻഡ് ആർ ഭയങ്കര ഹൈ ആയിട്ട് വരുന്നത് കൊണ്ട് ഹൈ ആസ് കമ്പയർഡ് ടു അപ്ലൈഡ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഹൈ ആയതുകൊണ്ട് സീരീസ് LCR സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എ ലാർജ് മാഗ്നിഫിക്കേഷൻ ഓഫ് AC വോൾട്ടേജ്. പിന്നെ സീരീസ് റെസണൻസ് സർക്യൂട്ട് ഈസ് ഓൾസോ കോൾഡ് ആൻ അക്സെപ്റ്റർ സർക്യൂട്ട്. കാരണം നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് അതിനകത്തേക്ക് ഫെഡ് ചെയ്ത് കൊടുത്താലും it accept only one frequency F and reject the other frequency, so this current is maximum for this frequency. അപ്പോൾ ഇതിനകത്തുനിന്ന് പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ LCR സർക്യൂട്ടിൻ്റെ റെസണൻസ് കണ്ടീഷൻ നന്നായിട്ട് പഠിക്കുക. LCR എന്തെന്ന് പഠിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിക്കുക. Okay guys, study up to here. The remaining topics we will take in the next class. Okay, bye.